സംഘടനാ പ്രവർത്തകരെ, നേതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് സാഹിത്യോത്സവിന്റെ സമാപന വേദിയിലാണ് നമ്മൾക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിൽ സാഹിത്യരംഗത്ത് സാഹിത്യോത്സവങ്ങൾ നൽകിയ സംഭാവനകളും അവസരങ്ങളും ചെറുതല്ലെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഒരു നാട്ടിൽ ഒരു കലാകാരൻ വളർന്നു വരുമ്പോൾ അവന് പ്രോത്സാഹനം കൊടുക്കുക എന്നത് ആ നാട്ടിലുള്ള മുതിർന്നവരുടെ ഉത്തരവാദിത്വവും അതുപോലെ അവർ ചെയ്യാൻ ഏറ്റവും നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ സാഹിത്യോത്സവങ്ങൾ അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറുന്നുണ്ട്. യൂണിറ്റ് തലം മുതൽ അല്ല ബ്ലോക്ക് തലം മുതൽ സംസ്ഥാന തലം വരെ മത്സരിക്കുന്ന ആളുകൾക്ക് രക്ഷിതാക്കളും ഉസ്താദുമാരും നാട്ടിലെ കാരണവന്മാരും മുൻകാല സംഘടനാ നേതാക്കളും ഒക്കെ നൽകുന്ന പ്രോത്സാഹനം ചെറുതല്ല. ഒരു എഴുത്തുകാരന്, ഒരു പ്രാസംഗികന്, ഒരു പാട്ടുകാരന്, ഒരു ചിത്രകാരന് തുടങ്ങിയ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന, കലാരംഗത്ത് കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഏതൊരാൾക്കും ഒരു വലിയ വേദിയായിട്ടുണ്ട് സാഹിത്യോത്സവങ്ങൾ. നാട്ടിൽ നിന്ന് ഒരു പ്രാസംഗികൻ ഉയർന്നു വരുമ്പോൾ, ഒരു പ്രഭാഷകൻ ഉയർന്നു വരുമ്പോൾ, ഒരു എഴുത്തുകാരൻ ഉയർന്നു വരുമ്പോൾ, ഒരു ചിത്രകാരൻ ഉയർന്നു വരുമ്പോൾ, ഇസ്ലാം അംഗീകരിച്ച ഏത് കലാരൂപത്തെ പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും അവൻ അവസരങ്ങൾ നൽകുമ്പോഴാണ് അവൻ വളരുന്നത്. അങ്ങനെ നമ്മൾ നൽകിയ അവസരങ്ങളിലൂടെ വളർന്ന ആളുകൾ നാളെ നമ്മുടെ നാടിന്റെ സിംബലുകളായി മാറി ലോകോത്തരത്തിൽ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് അവന്റെ ബ്ലോക്ക് തലത്തില് അല്ലെങ്കിൽ അവന്റെ ഏറ്റവും തുടക്കം എന്ന നിലക്ക് നമ്മുടെ നാട്ടിൽ നിന്നാണ് അവൻ വളർന്നത് എന്ന് പറയാൻ കെൽപ്പുള്ള രീതിയിൽ പ്രോത്സാഹനം നൽകിയ നമ്മൾ ഓരോരുത്തരുമാണ് അവന്റെ ഊർജം. ഒരു കലാകാരന് കടപ്പാടുള്ളത് ആയിരങ്ങളോടാണ്. ഉസ്താദുമാരോട്, അതുപോലെ മാതാപിതാക്കളോട്, സംഘടനാ പ്രവർത്തകരോട്, നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളോട്. അവനെ പ്രോത്സാഹിപ്പിക്കാൻ, അവന്റെ ഓരോ വരികൾക്കും തക്ബീർ ചൊല്ലിയ ആളുകൾ തുടങ്ങിയ ആളുകളോടൊക്കെ അവന് കടപ്പാടുകളേറെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കലാകാരൻ ഉയർന്നു വരേണ്ട ആവശ്യകത നമുക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റുമാറാവട്ടെ. കലാകാരന്മാരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളം അത് പ്രോത്സാഹനമാണ്, അതുപോലെ വേദികളാണ്. ഈ രണ്ട് കാര്യങ്ങളും അവനുണ്ടെങ്കിൽ, അവസരങ്ങളും പ്രോത്സാഹനവും അവനുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും വളരുമെന്നത് ഉറപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള വേദിയും സംവിധാനങ്ങളും ആവണം നമ്മുടെ നാട്ടിലുള്ളതും എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രോത്സാഹനം കൊണ്ട് നമ്മൾ നൽകിയ അവസരം ഉപയോഗപ്പെടുത്തി ഒരുപാട് ആളുകൾ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കർമ്മങ്ങളൊക്കെ അത്തരത്തിൽ നാടിനെ മാതൃകയാക്കുന്ന ഇസ്ലാം അംഗീകരിച്ച കലകളെ പ്രോത്സാഹിപ്പിച്ച് പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളക്കൂറുള്ള മണ്ണാവട്ടെ നമ്മളുടേത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന വിശുദ്ധ ഖുർആനിക വചനം കൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.